ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ തോക്കുധാരികളായ പാകിസ്ഥാനി ഭീകരനും മകനും ചേർന്ന് യഹൂദരുടെ ഹനൂക്ക ആഘോഷത്തിൽ നടത്തിയ കൂട്ടക്കൊല യഹൂദൻ ലോകത്തിൽ ഒരിടത്തും സുരക്ഷിതനല്ലെന്ന സന്ദേശമാണ് നൽകുന്നത്. മുസ്ലിം ഭീകരത ഏത് സുരക്ഷിത രാജ്യത്തും അവരെ തേടിയെത്തിയേക്കാം. ഈ തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ ലോകമെങ്ങും പ്രവാസികളായി പാർക്കുന്ന യഹൂദർ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് മാറി ചിന്തിക്കുമോ? ഇടക്കാലത്ത് നിലച്ചുപോയ ഇസ്രായേലിലേക്കുള്ള ജൂത കുടിയേറ്റം ഇനിയും ശക്തി പ്രാപിക്കുമോ? യഹൂദനുമായി ബന്ധപ്പെട്ട ചില വിചിത്രമായ കണക്കുകൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഈ ക്രിസ്തീയ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. ചെറിയ തുക നൽകി ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുക. ആരെയും നിർബന്ധിക്കുന്നില്ല. ഓരോ വീഡിയോയും തയ്യാറാക്കുന്നത് ശ്രമകരമായ ദൗത്യമാണ്. പലരുടെ അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ട്. നിങ്ങളുടെ ചെറിയ കൈത്താങ്ങൽ ഞങ്ങൾക്ക് ഏറെ ആശ്വാസമാകും. സഹകരണം പ്രതീക്ഷിക്കുന്നു. ലോകത്താകമാനം എത്ര യഹൂദന്മാരുണ്ടെന്ന് ഗൂഗിളിൽ നമ്മളൊന്ന് തിരഞ്ഞാൽ ലഭിക്കുന്ന കണക്ക് ലോകത്തിലെ മൊത്തം കോർ ജൂവിഷ് പോപ്പുലേഷൻ ഏകദേശം 1,58,00,000 എന്നാണ്. അതിൽ 35% മാത്രമാണ് ഇസ്രായേൽ പൗരന്മാരായിട്ടുള്ള യഹൂദന്മാർ. അതായത് 65% യഹൂദരും ഇപ്പോഴും പ്രവാസികളാണ്. ലോകത്തിൽ ഇത്രയധികം തവണ സ്വന്തം നാട്ടിൽ നാട്ടിയോടിക്കപ്പെട്ട, ലോകമെങ്ങും ചിതറിപ്പാർക്കേണ്ടി വന്ന മറ്റൊരു സമൂഹവുമില്ല. എന്തിനേറെ പറയുന്നു, ഈ ജനതയുടെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ പ്രവാസത്തോടു കൂടിയാണ്. ഒരു സമൂഹമായി വളർച്ച പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ യാക്കോബിന്റെ സന്തതികൾ ഈജിപ്തിൽ 400 വർഷങ്ങൾ അടിമജീവിതം നയിക്കേണ്ടി വന്നു. പിന്നീട് ഇസ്രായേൽ രാജ്യം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞ് അനേക തവണ യഹൂദർ വിവിധ ഇടങ്ങളിലേക്ക് പ്രവാസികളായി പലായനം ചെയ്യേണ്ടി വന്നു. എന്നാൽ കൗതുകകരമായ കാര്യം, അവർ എത്തിപ്പെട്ടിടത്തെല്ലാം അവർ തങ്ങളുടെ മതപരമായ തനിമ നിലനിർത്തുകയും അതിവേഗം സമ്പന്നരായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകുവാൻ അവസരം ലഭിച്ചപ്പോഴും അവരിലേറെ പേരും പ്രവാസ രാജ്യങ്ങളിൽ തന്നെ തുടരുകയായിരുന്നു. ആധുനിക കാലത്തേക്ക് വന്നാൽ 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടത്. നൂറ്റാണ്ടുകളായി ലോകമെങ്ങും അലഞ്ഞു തിരിയേണ്ടി വന്ന യഹൂദർക്ക് തങ്ങളുടേതായ ഒരു പരമാധികാര രാജ്യത്തിലേക്കുള്ള വാതിൽ തുറക്കുകയായിരുന്നു 1948. 1950 ഇസ്രായേൽ പാർലമെന്റായ സെനറ്റ് ഒരു നിയമം പാസാക്കി, ലോ ഓഫ് റിട്ടേൺ. അതനുസരിച്ച് ലോകത്തിലെ ഏത് രാജ്യത്തുമുള്ള എല്ലാ യഹൂദർക്കും അവരുടെ തലമുറകൾക്കും ഇസ്രായേലിലേക്ക് മടങ്ങി വരുവാനും പൗരത്വം നേടുവാനും നിയമപരമായ അവകാശം ലഭിച്ചു. ആദ്യത്തെ ഏതാനും പതിറ്റാണ്ടുകളിൽ ഈ നിയമം വലിയ തോതിലുള്ള കുടിയേറ്റത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ഇങ്ങനെ കുടിയേറുന്നതിനെ അലിയ എന്നാണ് വിളിക്കുന്നത്. സോവിയറ്റ് യൂണിയനിലെയും മധ്യപൂർവ്വ ദേശത്തെ അറബ് നാടുകളിലെയും യഹൂദർ, അതുപോലെ തന്നെ വടക്കൻ ആഫ്രിക്കൻ മുസ്ലിം രാജ്യങ്ങളിൽ പീഡനം നേരിട്ടവർ, കിഴക്കൻ യൂറോപ്പിലെ കൂട്ടക്കൊലകളെ അതിജീവിച്ചവർ എന്നിവരെല്ലാം ഈ രക്ഷാമാർഗം ആവേശപൂർവ്വം സ്വീകരിച്ചു. എന്നാൽ ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ട 75 വർഷം പിന്നിട്ടിട്ടും അമേരിക്ക, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങി 100ഓളം രാജ്യങ്ങളിലായി ലക്ഷക്കണക്കിന് യഹൂദന്മാർ ഇന്നും പ്രവാസികളായി ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാത്തത്? അവരുടെ വാഗ്ദത്ത ദേശം അവർക്ക് വേണ്ടേ? 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണം ആരംഭിച്ചതിന് ശേഷം ലോകമെമ്പാടും യഹൂദ വിരുദ്ധത നാടകീയമായി കുതിച്ചുയർന്നു. ഈ വർധനവ് കേരളം വിദ്വേഷ പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. 2023 ഒക്ടോബറിനും 2025 ജനുവരിക്കും ഇടയിൽ മാത്രം 3283 യഹൂദ വിരുദ്ധ അക്രമ സംഭവങ്ങൾ അമേരിക്കയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തു. ഫ്രാൻസിൽ ഇത് 1000-ലധികമായി മാറി. എന്തിനേറെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും എത്ര പ്രകടനങ്ങളാണ് നടന്നത്, എത്രായിരം ആളുകളാണ് അതിൽ പങ്കെടുത്തത് ഓർക്കുക. ഈ പശ്ചാത്തലത്തിൽ വേണം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നടന്ന ഭീകരാക്രമണത്തെ വിലയിരുത്തുവാൻ. ഓസ്ട്രേലിയയിലെ യഹൂദ സമൂഹം താരതമ്യേന സുരക്ഷിതരായി കണക്കാക്കപ്പെട്ടിരുന്നെങ്കിലും സമീപകാലത്തെ യഹൂദ വിരുദ്ധ സംഭവങ്ങളുടെ എണ്ണം മുൻ വർഷങ്ങളിലേക്കാൾ 5 ഇരട്ടിയായി അവിടെ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. ആഗോള മുസ്ലിം ഭീകര ശക്തികളാൽ നയിക്കപ്പെടുന്ന തന്ത്രപരമായ യഹൂദ വിരുദ്ധ പ്രചാരണങ്ങളാൽ പ്രചോദിതരായി നിരവധി പേർ ലോകമെങ്ങും ഇത്തരം അപ്രതീക്ഷിത ആക്രമണങ്ങൾക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് അതാത് സ്ഥലങ്ങളിലുള്ള പോലീസിനോ ഗവൺമെന്റിനോ സാധ്യമായ കാര്യമേ അല്ലാതായി മാറുന്നു.
മാറി വരുന്ന ഈ ഭീകരതയുടെ വർധനവിനെ യഹൂദ പ്രവാസി സമൂഹങ്ങളുടെ അന്തർദേശീയ കൂട്ടായ്മയായ J7 ടാസ്ക് ഫോഴ്സ് യഹൂദന് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു വെയ്ക്കപ്പ് കോൾ ആയിട്ടാണ് വിശേഷിപ്പിച്ചത്. ബൈബിളിലെ പ്രവചനങ്ങളുടെയും യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനമാക്കി ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷവും യഹൂദന്റെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള കൂടിച്ചേരൽ പ്രവചന നിവൃത്തിയുടെയും ലോകാവസാന സംഭവങ്ങളുടെയും ശക്തമായ ഒരു അടയാളമായാണ് വിശ്വസിക്കുന്നത്. അതിനാൽ തന്നെ ലോകത്തിലെ സുരക്ഷിത രാജ്യങ്ങളിൽ യഹൂദർ നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങൾ ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിനുള്ള ഒരലാമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി രസകരമായ ചില സ്ഥിതിവിവര കണക്കുകളിലേക്ക് നമുക്ക് നോക്കാം. 2025 കണക്കനുസരിച്ച് ലോകത്തിലെ മൊത്തം കോർ ജൂയിഷ് പോപ്പുലേഷൻ നേരത്തെ പറഞ്ഞതുപോലെ 1,58,00,000 അതിൽ 76 ലക്ഷം യഹൂദർ ഇന്നും അമേരിക്കയിൽ ജീവിക്കുന്നു. അതായത് ഇസ്രായേലിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ യഹൂദന്മാർ അമേരിക്കയിൽ ജീവിക്കുന്നു എന്ന് ചുരുക്കം. ആകെ 74.2 ലക്ഷം യഹൂദന്മാർ മാത്രമാണ് ഇസ്രായേലിൽ ഉള്ളത്. ഏറ്റവും നിർണായകമായ ജനസംഖ്യാപരമായ ഘടകം ലോ ഓഫ് റിട്ടേൺ അനുസരിച്ച് ഇസ്രായേൽ പൗരത്വത്തിന് അർഹതയുള്ള ആളുകളുടെ എണ്ണമാണ്. ഈ കോർ ജൂവിഷ് പോപ്പുലേഷനിൽ ഉൾപ്പെടാത്ത എന്നാൽ യഹൂദ വേരുകളുള്ള ഏകദേശം 1 കോടി ആളുകൾക്ക് കൂടി ഇസ്രായേലിലേക്ക് കുടിയേറി പൗരത്വം നേടുവാൻ അർഹതയുണ്ട്. ഇതോടെ ലോകമെമ്പാടുമുള്ള ഇസ്രായേലിൽ കുടിയേറുവാൻ യോഗ്യരായ വ്യക്തികളുടെ മൊത്തം എണ്ണം 2.5 കോടിയായി ഉയരുന്നു. ഇതിൽ 1/3 പോലും ഇതുവരെ ഇസ്രായേലിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഈ കണക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് മണിപ്പൂരിൽ നിന്ന് ബെനാമനാശെ ഗോത്രത്തിൽപ്പെട്ട 5000-ലധികം ഇന്ത്യക്കാരെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. ഈ ഗോത്രമൊക്കെ കോർ ജൂവിഷ് പോപ്പുലേഷനിൽ ഉൾപ്പെടുന്നവരല്ല എന്നുള്ളതും ഓർക്കുക. ഇസ്രായേലിന് പുറത്തുള്ള 10 വലിയ യഹൂദ സമൂഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അമേരിക്കയിൽ 74,60,000 യഹൂദന്മാരുണ്ട്. ഫ്രാൻസിലേക്ക് വരുമ്പോൾ അത് 4,40,000 കാനഡയിൽ 4 ലക്ഷം, UK 3,13,000, അർജന്റീനയിൽ 1,71,000, ജർമ്മനിയിൽ 1,25,000, റഷ്യയിൽ 1,23,000, ഓസ്ട്രേലിയയിൽ 1,17,000, ബ്രസീലിൽ 90,000, സൗത്ത് ആഫ്രിക്കയിൽ 50,000. ഇങ്ങനെ പ്രവാസികളായി പല രാജ്യങ്ങളിൽ കഴിയുന്ന യഹൂദന്മാർ എന്തുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് കുടിയേറാത്തത്, അല്ലെങ്കിൽ ആ കുടിയേറ്റം എന്തുകൊണ്ട് ക്ഷയിച്ചു വന്നു? ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമാകുന്നതിന് മുൻപ് തന്നെ 1880-കളിൽ തന്നെ വാഗ്ദത്ത നാട്ടിലേക്ക് യഹൂദ കുടിയേറ്റങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനൊരു പുഷ് ഫാക്ടർ ഉണ്ടായിരുന്നു. യൂറോപ്പിലും റഷ്യയിലും ഒക്കെ നടന്ന യഹൂദ കൂട്ടക്കൊലകൾ ആ കാലഘട്ടങ്ങളിൽ കുടിയേറ്റത്തിനൊരു പുഷ് ഫാക്ടറായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളായ USA, കാനഡ, UK എന്നിവിടങ്ങളിലെ യഹൂദർക്ക് അവിടെ തന്നെ മികച്ച സുരക്ഷിതത്വവും സാമ്പത്തിക അവസരങ്ങളും ലഭിച്ചു. സുഖകരമായ ജീവിതം ഉപേക്ഷിച്ച് പുതിയൊരു നാട്ടിൽ ചെന്ന് സെറ്റിൽ ചെയ്യാൻ ഇവരിൽ പലരും മടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. 20-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജൂത സമൂഹം ലോകത്തിലെ ഏറ്റവും വലിയ ജൂത ശക്തി കേന്ദ്രമായി മാറി. രാഷ്ട്രീയമായും സാമ്പത്തികമായും അമേരിക്കയെ തന്നെ നിയന്ത്രിക്കത്തക്ക കരുത്ത് ഇന്നവർക്കുണ്ട്. അമേരിക്കയുടെ ഇസ്രായേൽ അനുകൂല നിലപാടുകളുടെ എല്ലാം ചാലക ശക്തിയും ഈ യഹൂദ സമൂഹമാണ്. അമേരിക്കയിൽ ഇങ്ങനെ ശക്തമായി നിൽക്കുന്ന ആധുനിക യഹൂദ തലമുറ തങ്ങളുടെ സ്വത്വം നിലനിർത്താൻ ഇസ്രായേലിലേക്ക് മടങ്ങേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നു. US-ൽ ശക്തമായ ജൂത സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം മടങ്ങിപ്പോക്ക് അനിവാര്യമല്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തികമായി വിജയിച്ച ആളുകൾക്ക് ഇസ്രായേലിലേക്കുള്ള കുടിയേറ്റം പലപ്പോഴും സാമ്പത്തികമായ ഒരു വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഏറ്റവും ഉയർന്ന ജീവിത ചെലവുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. മാത്രവുമല്ല, ഒരു പ്രായം കഴിഞ്ഞ ആളുകൾ ഇസ്രായേലിലേക്ക് കുടിയേറിയാൽ അവർ വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത്. അവരിൽ പലർക്കും ഹീബ്രു ഭാഷ അറിയില്ല. പുതിയ ജോലി കണ്ടെത്തുവാൻ അവർ അതുകൊണ്ട് തന്നെ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ഇങ്ങനെ നിരവധി കാരണങ്ങൾ കുടിയേറ്റം ഒരു ആകർഷകമായ കാര്യമല്ലാതാക്കി മാറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഇസ്രായേൽ ഗവൺമെന്റിന്റെ നിരവധി ശ്രമങ്ങളുണ്ട്. പക്ഷേ ഇസ്രായേലിൽ നിന്ന് ആളുകൾ രാജ്യം വിട്ടുപോകുന്ന പ്രവണതയും
ഈ കാലഘട്ടത്തിനിടയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് അവരുടെ ഈ കുടിയേറ്റ പദ്ധതിയുടെ ഒരു വലിയ വെല്ലുവിളിയാണ്. ഇസ്രായേൽ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം രാജ്യം വിട്ടുപോകുന്ന പൗരന്മാരുടെ എണ്ണം തിരികെ വരുന്നവരെക്കാൾ വളരെ കൂടുതലാണ്. 2022 മുതൽ 24 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഇസ്രായേലിന്റെ നെഗറ്റീവ് മൈഗ്രേഷൻ ബാലൻസ് ഏകദേശം 1,25,200 ആളുകളായിരുന്നു. അതായത് അവിടേക്ക് വന്നതിനേക്കാൾ 1,25,000 ആളുകൾ അവിടുന്ന് വിട്ടുപോയി എന്ന് ചുരുക്കം. ഇനി ദൈവശാസ്ത്രപരവും പ്രവചനപരവുമായ പൂർത്തീകരണത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. യഹൂദന്മാരുടെ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിപ്പോക്ക് ദൈവം ഇസ്രായേലിന് നൽകിയ വാഗ്ദത്തത്തിന്റെ തെളിവായിട്ടാണ് ബൈബിൾ പ്രവചന പണ്ഡിതർ വിലയിരുത്തുന്നത്. യെഹെസ്കേൽ പ്രവചനം 11:17 പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ ജനതകളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയ രാജ്യങ്ങളിൽ നിന്ന് ഒന്നിച്ചുകൂട്ടി ഇസ്രായേൽ ദേശത്തെ നിങ്ങൾക്ക് തരും. ഇതുപോലുള്ള 100 കണക്കിന് ബൈബിൾ വാക്യങ്ങൾ ഈ മടങ്ങിപ്പോക്കിനെ കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. ഈ പ്രവചനം പൂർണ്ണമായി സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് നല്ലൊരു പങ്ക് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. ദൈവശാസ്ത്ര വീക്ഷണത്തിൽ ലോകമെമ്പാടുമുള്ള യഹൂദ വിരുദ്ധതയുടെ വർധനവ് ഒരു ദൈവിക ഇടപെടലായി അതുകൊണ്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമാണ് യഹൂദർക്ക് തങ്ങളുടെ വാഗ്ദത്ത നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഒരു പ്രേരണ ലഭിക്കുന്നത്. ഇപ്പോഴുണ്ടായ ഓസ്ട്രേലിയയിലെ ഭീകര ആക്രമണങ്ങൾ പോലെയുള്ള സംഭവങ്ങൾ ഇനിയും വർദ്ധിക്കുമെന്നും യഹൂദർ ഏറ്റവും സുരക്ഷിതമെന്ന് വിശ്വസിച്ചിരുന്ന പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും സുരക്ഷിതത്വം ഇല്ലാതാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നും അപ്പോൾ യഹൂദർ പിതൃഭൂമിയിലേക്ക് മടങ്ങിപ്പോകുവാൻ നിർബന്ധിതരാകുമെന്നും ഇത്തരം പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ചരിത്രപരമായി തന്നെ ഈ പറയുന്നതിനൊരു ന്യായമുണ്ട്. യഹൂദർക്കെതിരെയുള്ള ഭീകരാക്രമണങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഇസ്രായേലിലേക്കുള്ള കുടിയേറ്റ നിരക്കുകളിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാകുന്നത്. 2015 ഫ്രാൻസിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായ ശേഷം സമാനമായൊരു കുടിയേറ്റ പ്രവാഹം ഇസ്രായേലിലേക്കുണ്ടായി. പൊതുവെ സമാധാനപരവും സുരക്ഷിതവുമായ ഒരു പാശ്ചാത്യ ജനാധിപത്യ രാജ്യമായിട്ടാണ് ഓസ്ട്രേലിയ കണക്കാക്കപ്പെട്ടിരുന്നത്. ഇസ്രായേലികൾക്കെതിരായ യഹൂദന്മാർക്കെതിരായ ആക്രമണങ്ങളും അവിടെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ സംഭവിച്ച ഈ അക്രമങ്ങളുടെ തീവ്രത യഹൂദ സമൂഹത്തിന് വലിയൊരു ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. ആഗോളതലത്തിൽ യഹൂദർക്കെതിരെയുള്ള ഭീഷണികൾ ശക്തമായി തുടരുന്നിടത്തോളം കാലം ഇസ്രായേലിലേക്കുള്ള കുടിയേറ്റം കൂടുതൽ ഊർജിതമാകാൻ സാധ്യതയുണ്ട്. യഹൂദർക്ക് അവരുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങാൻ ഒരു പക്ഷേ പുറം ലോകം നൽകുന്ന ഈ സുരക്ഷിതമല്ലാത്ത അവസ്ഥ ഒരു ദൈവിക ഇടപെടലായി തന്നെ പ്രവർത്തിക്കുന്നു. ബൈബിൾ പ്രവചനങ്ങളുടെ നിറവേറലും ആധുനിക ലോക സംഭവങ്ങളും സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന വിശ്വാസ സമൂഹത്തെ ഈ മാറ്റങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ദിനങ്ങൾ അടുത്തു എന്ന ഉറച്ച ബോധ്യത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.